ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ മഹാസരസ്വത്യേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാനെ ഗുരുവായൂരപ്പ, ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമുക്ക് ഇന്ന് 4-ാമത്തെ ദശകം തുടങ്ങാം. എല്ലാവർക്കും സ്വാഗതം. 3-ാമത്തെ ദശകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അത് മേൽപ്പത്തൂരിൻ്റെ ഒരു ആവലാതി പറച്ചിലായിരുന്നു, രോഗം മൂർച്ഛിച്ചിട്ട്. ദശകം അവസാനിക്കുമ്പോൾ അദ്ദേഹം ഭക്തിമാർഗം തന്നെ സ്വീകരിച്ച് മുമ്പോട്ട് പോകാമെന്നുള്ള തീരുമാനത്തിൽ ഭജനം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് 4-ാമത്തെ ദശകത്തിൽ നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഭജനം തുടരുകയും അദ്ദേഹം ഈ ശ്രീമദ് നാരായണീയ രചന തുടരുകയും ചെയ്തു. ഈ ദശകത്തിൽ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ് വീണ്ടും. ഈ ശ്രീമദ് ഭാഗവതത്തിലെ 2ാം സ്കന്ധത്തിലാണ് ഈ ശുകൻ്റെ പരീക്ഷത്തിനോടുള്ള ഉപദേശം തുടങ്ങുന്നത്. ഉപദേശം സ്വീകരിച്ച് പരീക്ഷത്തിനോട് ആ ഭാവനയിൽ അദ്ദേഹം തന്മയീഭാവം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം ആ ഉപദേശം സിദ്ധിച്ച പരീക്ഷിത്തായിട്ടങ്ങ് വിചാരിച്ച് ആ തന്മയീഭാവം പ്രാപിച്ച് ഭട്ടതിരിപ്പാട് ഭാഗവതാർത്ഥം ആ ഭാഗവതത്തിൻ്റെ സംഗ്രഹം കൊണ്ട് തന്നെ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങിയാണ് ഈ 4-ാമത്തെ ദശകത്തിൽ. ഇവിടെ നമുക്കറിയാം, ഇവിടെ 3-ാമത്തെ ദശകം വരെ 1, 2, 3 ദശകങ്ങൾ നാരായണീയത്തിൻ്റെ പീഠികയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഭാഗവതം പ്രഥമസ്കന്ധം ഭാഗവതത്തിൻ്റെ തന്നെ പീഠികയായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് ഈ ഭാഗവതം ശരിക്ക് വായിച്ച് അറിയാവുന്നവർക്ക് വളരെ എളുപ്പമാണ് നാരായണീയം മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു ചെറു പതിപ്പാണ് ഈ ശ്രീമദ് നാരായണീയവും. നമുക്ക് 4-ാമത്തെ ദശകം നോക്കാം. ഇവിടെ അദ്ദേഹം, അതായത് പരീക്ഷത്തിനോട് സ്വയം ഒരു തന്മയീഭാവം പ്രാപിച്ചിട്ട് അദ്ദേഹം ആ ഭാഗവതത്തിൻ്റെ ചുരുക്കമായിട്ട് ഇത് വിചാരിച്ച് ഈ നാരായണീയത്തിൽ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങിയാണ്. നമുക്ക് 1-ാമത്തെ ശ്ലോകം നോക്കാം. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ ശുതവ തുഷ്ടിമാപ്നുയാം. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ ശുതവ തുഷ്ടിമാപ്നുയാം. ഇവിടെ കല്യതാം മമ കുരുഷ്വ താവതി, ഇവിടെ എത്രമാത്രം ആരോഗ്യം കൊണ്ട് അവിടുത്തെ ഉപാസനം ചെയ്യപ്പെടുന്നുവോ. പുഷ്ടയ, അത് നിശ്ചയമായിട്ട് പുഷ്ടയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസാദം കൊണ്ട് അവിടുന്ന് പുഷ്ടിപ്പെട്ടിട്ട് സന്തുഷ്ടനായിട്ട്. അഷ്ടവിധയോഗചര്യ, ഇവിടെ ഈ ദശകത്തിൻ്റെ പേര് തന്നെ അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും എന്നാണ്. അപ്പോൾ അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം,
യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഇവയാണ് 8 യോഗാംഗങ്ങൾ, അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. ഇനി ഈ ശ്രീമദ് ഭാഗവതത്തിലാണെങ്കിൽ ദ്വിതീയ സ്കന്ധം 1, 2 അധ്യായങ്ങളിൽ ഇവയെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതാണ് ഈ 4-ാമത്തെ ദശകത്തിൽ ഇവിടെ ശ്രീമദ് നാരായണീയത്തിൽ ഇവിടെ സംഗ്രഹിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം വിചാരിക്കുന്നത് ഈ അഷ്ടാംഗ യോഗം കൊണ്ട് അദ്ദേഹം ആ ഭഗവാനെ പ്രസാദിപ്പിച്ച് നിശ്ചയമായിട്ടും ആ ഭക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖം മാറട്ടെ എന്നാണ് ഇവിടെ വിചാരിക്കുന്നത്. ഈ ഹേ വരദ എന്ന് വിളിച്ചിരിക്കുകയാണ്. കല്യതാം മമ കുരുഷ്വ താവതിം, വരം നൽകുന്ന ഗുരുവായൂരപ്പ. അവിടുന്ന് ഹേ വരദ ഗുരുവായൂരപ്പ, അവിടുത്തെ ഉപാസന ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാക്കിത്തരണേ. കുരുഷ്വ കല്യതാം കുരുഷ്വ താവതിയും, അവിടുത്തെ ആരോഗ്യം, ആ ഉപാസന ചെയ്യുവാനുള്ള ആരോഗ്യം മാത്രം എനിക്ക് ഉണ്ടാക്കി തന്നേക്കണം. എത്രമാത്രം ആരോഗ്യം വേണോ അത്രമാത്രം ആരോഗ്യം എനിക്ക് ഉണ്ടാക്കി തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉപാസ്യ ദേവതയുമായിട്ടുള്ള ഒരു ഭാവാത്മക ബോധമാണ്. അതിൻ്റെ ആ ഭഗവാന്റെ സാന്നിധ്യത്തിലെത്താനുള്ള ഉത്കണ്ഠ, ആ സാന്നിധ്യം ഉണ്ടെന്നുള്ള ആ ഭാവനയിലുണ്ടാകുന്ന ഒരു ആനന്ദത്തിൻ്റെ അനുഭൂതി, പിന്നെ തനിക്ക് ആ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ഉപാസന ചെയ്ത് കഴിയുമ്പോൾ തനിക്ക് മംഗളം വരുമെന്നുള്ള വിശ്വാസം, ഇതെല്ലാം ഉപാസനയിൽ അടങ്ങുന്നുണ്ടല്ലേ. അനന്യാശ്ചിന്തയന്തോ മാം യോജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഇത് ഏതൊരു ഭക്തനാണോ അനന്യഭാവത്തോടുകൂടി എന്നെ ചിന്തിക്കുകയും നിഷ്കാമഭാവത്തോടെ എൻ്റെ ഉപാസന നടത്തുകയും ചെയ്യുന്നത്, ഞാൻ അവരുടെ യോഗക്ഷേമം ചെയ്യുന്നു എന്ന് ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ആ ഉപാസന, ആ ഭഗവാനെ അങ്ങനെ ഉപാസന നിഷ്കാമ കർമ്മം ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു, 2-ാമത്തെ ദശകത്തിൽ പറഞ്ഞു. അങ്ങനെ ആ കർമ്മയോഗം കൊണ്ട് ഉണ്ടാകുന്ന ഫലം, ദൂരേത്യ ഫലം, വളരെ കാലാന്തരത്തിലേ ലഭിക്കുമെന്നും നമ്മൾ വായിച്ചു. ഇവിടെ ഈ ഉപാസന ചെയ്ത് ആ ഉപാസിക്കാനുള്ള എനിക്ക് ആരോഗ്യം എത്രമാത്രം വേണമോ അത്രമാത്രം ആരോഗ്യം മാത്രമെങ്കിലും എനിക്ക് തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഈ ദശകത്തിലെ ഈ 1-ാമത്തെ ശ്ലോകത്തിൽ. ഭഗവാനെ അങ്ങനെ ഹേ വരദ എനിക്ക് ആരോഗ്യം ഉണ്ടാക്കി തരണമേ, അവിടുത്തെ സ്തുതിക്കാൻ, അവിടുത്തെ ഉപാസന ചെയ്യാനായിട്ട് എത്രമാത്രം ആരോഗ്യം വേണമോ അത്രമാത്രം ആരോഗ്യം മാത്രം തന്നാൽ മതി എന്ന് പറയുകയാണ്. ഇനി പൂർണ്ണമായ ഈ അഷ്ടാംഗ യോഗാനുഷ്ഠാനം കൊണ്ട് കാലതാമസം കൂടാതെ വേഗത്തിൽ തന്നെ എനിക്ക് അവിടുത്തെ പ്രസാദം ലഭിക്കുമാറാകണേ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് സ്പഷ്ടം അഷ്ടവിധ യോഗചര്യ, അഷ്ടാംഗ യോഗം കൊണ്ട്, ആ 8 വിധത്തിലുള്ള യോഗചര്യ കൊണ്ട് എനിക്ക് പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം, ഞാൻ നിശ്ചയമായിട്ടും അവിടുത്തെ പ്രസാദം ഞാൻ നിശ്ചയമായിട്ടും പ്രാപിക്കട്ടെ, എനിക്ക് അവിടുത്തെ ആ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ഇവിടെ 1-ാമത്തെ ശ്ലോകം. ഇനി 2-ാമത്തെ ശ്ലോകത്തിൽ ഈ ധർമാനുഷ്ഠാനം കൊണ്ട് സ്വന്തം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും, അതായത് ഈ അഷ്ടാംഗ ചര്യകളും എല്ലാം ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യാൻ കഴിയുമാറാകണേ എന്ന പ്രാർത്ഥനയുടെ രൂപത്തിലാണ് അദ്ദേഹം ഇവിടെ ഈ സ്തോത്രം ഈ ദശകത്തിലെ ശ്ലോകങ്ങളെല്ലാം തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് 2-ാമത്തെ ശ്ലോകം നോക്കാം. ബ്രഹ്മചര്യ ദൃഢധാതിഭിർയമൈ ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാഃ. ബ്രഹ്മചര്യ ദൃഢധാതിഭിർയമൈ ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാഃ. ഇനി
നമുക്ക് നോക്കാം. അമീ ഭവത്പര. ഇവിടെ അമീ എന്ന് പറഞ്ഞാൽ വയം, ഞങ്ങളാണ്, അടിയങ്ങൾ എന്നെഴുതിയിരിക്കുകയാണ്. അതായത് അമീ, ഞങ്ങൾ അങ്ങയെ തന്നെ ആശ്രയിച്ചവരായിട്ട്, വേറെ ഒരാശ്രയവും ഇല്ല, ഒരേ ഒരാശ്രയം എന്നുള്ളത് അവിടുന്ന് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ബ്രഹ്മചര്യ ദൃഢതാദിഭി, അതായത് ഉറച്ച ബ്രഹ്മചര്യം, അഹിംസ, സത്യം, യമൈഹി, ഈ യമം നിയമം തുടങ്ങിയ ആ അഷ്ടാംഗ യോഗത്തിലെ ആ ചര്യകളിൽ ആ ബ്രഹ്മചര്യം, അഹിംസ, സത്യം ഇവയെല്ലാം യമങ്ങളാണ്. യമം എന്ന ആ ഒന്നാമത്തെ യോഗചര്യയിൽ വരുന്നതാണ് ബ്രഹ്മചര്യം, അഹിംസ, സത്യം. ഇനി ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണെന്ന് അല്ലേ? എന്താണ് ബ്രഹ്മചര്യം? നമ്മൾ വാക്കിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ബ്രഹ്മത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വേദം അഥവാ ജ്ഞാനം, അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തിൻ്റെ പ്രാപ്തിക്കുള്ള ആചരണം എന്താണോ അതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് വിദ്യാർത്ഥി ജീവിതത്തിൽ, അതായത് ഗുരുകുലത്തിലാണ് വിദ്യ അഭ്യസിച്ചുകൊണ്ടിരുന്നത്, ആ വിദ്യാർത്ഥി ജീവിതത്തിൽ വിദ്യാർത്ഥി ജീവിതം എന്നുള്ള അർത്ഥത്തിലും ബ്രഹ്മചര്യം നമ്മൾ പ്രയോഗിച്ചിരുന്നു. ഇനി ആശ്രമങ്ങളിൽ, അതായത് ഒന്നാമത്തേതാണ് ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. 4 ആശ്രമങ്ങളുണ്ടെന്ന് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതായത് ആചാര്യൻ നടത്തുന്ന ഈ ഉപനയനം എന്നുള്ള സംസ്കാരത്തിന് ശേഷം വിദ്യാർത്ഥി ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അതായത് ബ്രാഹ്മണന് 4 ഘട്ടങ്ങളാണ് ജീവിതത്തിൽ. അതിൽ ഇവിടെ ബ്രഹ്മചര്യം, ആചാര്യൻ നടത്തുന്ന ഉപനയന സംസ്കാരത്തിന് ശേഷം വിദ്യാർത്ഥി ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് അതായത് മൃഗങ്ങളുടെ തോലൊക്കെ ധരിച്ച് തലമുടി കളയാതെ ഈ ഒരു സവിതാ സംഗ്രഹത്തിൽ ഇങ്ങനെ ഭിക്ഷാവൃത്തിയൊക്കെ കൈകൊണ്ട് അധ്യയനത്തിലും തപസ്സിലും മുഴുകി അങ്ങനെ സാത്വികചര്യ പുലർത്തി ജീവിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചെയ്യണമെന്നാണ് അന്നത്തെ നിയമം. ഇനി വിദ്യാർത്ഥി ആചാര്യൻ്റെ ആ ഗുരുകുലത്തിൽ, ആ ഗുരുവിൻ്റെ ഗ്രഹത്തിൽ തന്നെ താമസിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ ഗുരുവിൻ്റെ ആ യജ്ഞം നടത്തുന്ന അഗ്നി കാത്തുരക്ഷിക്കണം, അതിനുള്ള വിറക് കൊണ്ടുവരണം. അതുപോലെ തന്നെ അത് ഒരു 12ാമത്തെ വയസ്സ് മുതൽ 22ാമത്തെ വയസ്സ് വരെ ആ ചര്യ അങ്ങനെ നീണ്ടു നിൽക്കും. ഇനി ബ്രാഹ്മണ ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ഒക്കെ ഇങ്ങനെ ബ്രഹ്മചര്യ ആശ്രമത്തിൽ ഗുരുകുലത്തിൽ തന്നെ കഴിയണമെന്നായിരുന്നു നിയമമെങ്കിലും ബ്രാഹ്മണർ മാത്രമേ അങ്ങനെ അവിടെ താമസിച്ചിരുന്നുള്ളൂ അന്നത്തെ കാലത്ത് അല്ലേ. ഇനി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വർജിക്കേണ്ടതാണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. മദ്യം, മാംസം, അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ പോലെ, അതുപോലെ മാല, പിന്നെ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളൊന്നും, അതായത് പോഷായിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല, വളരെ കുറച്ച് മാത്രം, അങ്ങനെയൊക്കെയാണ്. അതുപോലെ കണ്ണെഴുതുക, അതുപോലെ തേച്ച് കുളിക്കുക, ഇങ്ങനെയുള്ള പോഷായിട്ടുള്ള ലൈഫ് അനുവദിച്ചിരുന്നില്ല. ഇനി ബ്രഹ്മചര്യം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീകളെ സ്മരിക്കുക, നോക്കുക, അവരുടെ ഗുണഗണങ്ങളൊക്കെ വർണ്ണിക്കുക, പിന്നെ അവരിൽ നന്മ എന്ന ബുദ്ധി ഉണ്ടാവുക, പിന്നെ അവരിൽ താല്പര്യം, അവരുമായിട്ടുള്ള സംഭാഷണം, സഹവാസം, സംസർഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നമുക്കറിയാവുന്ന ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ സംസർഗം പാടില്ല എന്ന് മാത്രമേ നമുക്ക് കൂടുതൽ പേർക്കും അറിയാവുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന ഈ സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ബുദ്ധിക്ക് തെളിവ് നൽകാൻ, അതായത് ബുദ്ധി തെളിഞ്ഞു വരാൻ നല്ലതാണെന്നാണ് അന്നത്തെ കാലത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ബ്രഹ്മചര്യം എന്താണെന്ന് ഒരു ഐഡിയ കിട്ടി. ഇപ്പോൾ ഇനി സത്യം നമുക്കറിയാം, അല്ല അഹിംസ, സത്യം. അഹിംസ എന്ന് പറഞ്ഞാലും നമുക്കറിയാം. നമ്മൾ ഗാന്ധിജിയുടെ ആത്മകഥയൊക്കെ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി അഹിംസയെ പിന്തുണച്ചിരുന്ന ആളാണ്. അതായത് ശ്രീബുദ്ധൻ്റെ സമയം മുതലാണ് ശരിക്കും നമ്മളിവിടെ അഹിംസയെ പിന്തുടരാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ ഈ കർമ്മകാണ്ഡത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മൃഗങ്ങളെ കൊല്ലുന്നത് പതിവായിരുന്നു. മൃഗങ്ങളെ കൊല്ലരുത്, ആരെയും കൊല്ലരുതെന്നാണ് ഹിംസാരാഹിത്യം, ഹിംസയില്ലായ്മ, ഹിംസ ചെയ്യാതിരിക്കുക. ഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലലാണ്. ശരിക്കും പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ എല്ലാവിധത്തിലും എല്ലായ്പ്പോഴും അന്യർക്ക് ക്ലേശമുണ്ടാക്കാതിരിക്കുന്നതിനെയാണ് ഈ യോഗികളൊക്കെ അഹിംസ എന്ന് പറയുന്നത്. അതായത് കർമ്മണ മനസാ വാച സർവാവസ്ഥാസു സർവദാ അക്ലേശ ജനനം പ്രോക്തം അഹിംസാത്വേന യോഗിഭിഹി. യോഗികൾ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. അതായത് മറ്റുള്ളവർക്ക് ക്ലേശമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യരുത് എന്ന്. ഇതൊക്കെ പണ്ടത്തെ ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞിട്ട് വിവരിച്ചിട്ടുള്ളതാണ്. ഇനി ഈ യജ്ഞത്തിൻ്റെയൊക്കെ പേരിൽ പണ്ടുകാലത്തും ഇപ്പോഴുമൊക്കെ ജന്തുക്കളെ ഹിംസിക്കുന്നുണ്ട്. നമുക്കറിയാം, ചിലർ ആടിനെ, കോഴിയൊക്കെ ഇങ്ങനെ ബലി കൊടുക്കുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഹിന്ദുക്കളുടെ ഇടയിലാണ്
നമ്മുടെ ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ധർമ്മത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പ്രാണികളെ കൊല്ലുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കർത്തവ്യം പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹിംസ ആവശ്യമെങ്കിൽ ചെയ്യാമെന്നാണ് പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാനൊക്കെ പോകുന്ന അവർക്ക് ഹിംസ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സന്യാസിമാരോ ഗൃഹസ്ഥാശ്രമികളെ ഒരിക്കലും ഹിംസ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ശ്രീബുദ്ധന് ശേഷം ഹിന്ദുമതത്തിൽ ഈ അഹിംസയെ നമ്മുടെ ഒരു ആദർശമായിട്ട് തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ദേവി ഭാഗവതത്തിൽ അഹിംസയുടെ മഹത്വം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കുക എങ്ങനെയാന്ന്. ഭോ ദേവരിഭവ സത്യം ബ്രവീമി ഭവതാം ഹിതം അഹിംസാ പരമോധർമ്മ ഹന്തവ്യോപ്യാതതായിന. ഇനി അതിൻ്റെ അർത്ഥം അല്ലയോ ദേവശത്രുക്കളെ, ഭോ ദേവരിഭവ എന്ന് പറഞ്ഞാൽ അല്ലയോ ദേവശത്രുക്കളെ, നിങ്ങൾക്ക് ഹിതമായ സത്യം ഞാൻ പറഞ്ഞു തരാം. അഹിംസയാണ് ഏറ്റവും വലിയ ധർമ്മം. തന്നെ കൊല്ലാൻ വരുന്നവരെ പോലും കൊല്ലരുതെന്നാണ് ദേവി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഹിംസ പിന്തുടരുക, ഉറച്ച ബ്രഹ്മചര്യം അഹിംസയായി. ഇനി സത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സത്യം പറയണം എന്നെപ്പോഴും നമ്മൾ പറയും ഇല്ലേ. സത്യം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്യമാണ് സത്യമേവ ജയതേ. അതായത് അത് മുണ്ടകോപനിഷത്തിൽ നിന്നുള്ളതാണെന്ന് നമുക്കറിയാം അല്ലേ. സത്യമേവ ജയതേ എന്ന് പറഞ്ഞാൽ സത്യം തന്നെ ജയിക്കട്ടെ, സത്യം തന്നെയാണ് ജയിക്കുന്നതും. സത്യമേവ ജയതി നാനൃതം സത്യേന പന്ഥാവിദതോ ദേവയാനഃ ഏനാക്രമന്തി ഇർഷയോ ഹ്യാപ്ത കാമാഹ എത്ര തത് സത്യസ്യ പരമം നിധാനം എന്ന് ആണ് അതിൻ്റെ മുഴുവൻ 4 ലൈൻ മുണ്ടകോപനിഷത്തിൽ. അപ്പോൾ സത്യം തന്നെ ജയിക്കണം, സത്യം തന്നെയാണ് ജയിക്കുന്നത്, അസത്യമല്ല. സത്യത്താൽ ദേവയാനമാർഗം തുറന്നു കിട്ടുന്നു. ആപ്ത കാമന്മാരായി സത്യസന്ധതയെ മഹർഷിമാർ സത്യത്തിൻ്റെ പരമനിധാനത്തിൽ ചെന്നെത്തുന്നു എന്നാണ് ഈ മുണ്ടകോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സത്യം ബദ ധർമ്മം ചര, നമ്മളതും കണ്ടിട്ടുണ്ടല്ലേ, കേട്ടിട്ടുണ്ട് എപ്പോഴും. സത്യം ബദ ധർമ്മം ചര, ധർമ്മമാർഗത്തിൽ ചരിക്കണം, സത്യം എപ്പോഴും പറയണം എന്ന് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അങ്ങനെയാണ് ഈ സത്യം, ഇവിടെ സത്യം പറയുക, ധർമ്മം ആചരിക്കുക, ഇതാണ് ഹിന്ദു മതത്തിൻ്റെ മൗലിക ആദർശം തന്നെ അല്ലേ. പക്ഷേ അപ്രിയകരമായ സത്യങ്ങൾ പറയാൻ പാടില്ല എന്നുമുണ്ട്, അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയില്ല. അതായത് സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത്, സത്യം പറയുക, പ്രിയമായത് പറയുക, പ്രിയമായ സത്യം പറയുക. എന്നാൽ ബ്രൂയാത് സത്യം അപ്രിയം, അപ്രിയമായ സത്യം പറയരുത്. അത് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് അത്ര രുചികരമായിരിക്കുകയില്ല. ഇനി പ്രിയം ച നാരദം ബ്രൂയാത് ദേശധർമ്മ സനാതനഃ, പ്രിയമാണെങ്കിലും അസത്യം പറയാതിരിക്കുക, ഇതാണ് സനാതനമായ ധർമ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് സത്യം തന്നെയാണ് ജയിക്കുന്നത്. നമുക്ക് ഈ സത്യത്തെക്കുറിച്ച് നമുക്കറിയാം എല്ലാവർക്കും. അഹിംസ എന്താണെന്നറിയാം, ബ്രഹ്മചര്യം എന്താണെന്നറിയാം. ഇപ്പോൾ ഈ ബ്രഹ്മചര്യം, അഹിംസ, സത്യം തുടങ്ങിയ യമങ്ങളാലും. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് യമൈ ആപ്ലവാദി നിയമൈഹി ച, അതായത് യമം കഴിഞ്ഞു, ഇനി നിയമൈഹി നിയമങ്ങളാലും. ഇനി നിയമങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്നാനം, നമ്മുടെ തേച്ചുകുളി, മനഃശുദ്ധി, ജപം. അതായത് തേച്ചുകുളി നമുക്കറിയാം ശരീരത്തിൻ്റെ പുറത്തുള്ള അഴുക്ക് കളയാനായിട്ടാണ് നമ്മൾ കുളിക്കുന്നത് അല്ലേ. പിന്നെ മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ സത്യം പറയുക, അതുപോലെ ധർമ്മമാർഗത്തിൽ ചരിക്കുക, ആ ഏഷണി കുശുമ്പ് ഇതൊന്നും പറയാതിരിക്കുക, മറ്റുള്ള അപ്രിയകരമായ കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക, നല്ലത് മാത്രം ശ്രവിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് മനഃശുദ്ധിക്ക് വേണ്ട കാര്യങ്ങൾ. ജപം നമുക്കറിയാം ഈശ്വരോപാസനയുടെ ഭാഗമാണ്. അങ്ങനെ ജപമാണ് പിന്നെ നിയമങ്ങളിലൊന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവയെല്ലാം നിയമങ്ങളാലും പാവിതാഹ, ആപ്ലവാദി നിയമൈഹി പാവിതാഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധരായി തീർന്നിട്ട്. അപ്പോൾ നമ്മൾ ബ്രഹ്മചര്യം, അഹിംസ, സത്യം തുടങ്ങിയ നിയമങ്ങളാലും സ്നാനം, മനഃശുദ്ധി, ജപം മുതലായ നിയമങ്ങളാലും പരിശുദ്ധരായി തീർന്നിട്ട് സുഖാസനം അപിവ. അടുത്തത് അഷ്ടാംഗയോഗത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ ആസനാസൊക്കെ നമുക്കറിയാവുന്ന ആസനങ്ങളൊക്കെ നമ്മൾ യോഗ ചെയ്യുന്നവർക്കറിയാതെ സുഖാസനത്തിലിരുന്നോ പത്മാസനത്തിലിരുന്നോ ജപിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ മറ്റ് പ്രാണായാമം നടത്തുമ്പോഴൊക്കെ വജ്രാസനത്തിലിരുന്നോ സ്വസ്തികാസനത്തിലിരുന്നോ ഒക്കെയാണ് ചെയ്യാറ് അല്ലേ. പിന്നെ ഒരുപാട് ആസനങ്ങളുണ്ട്. കുക്കുടാസനം, മയൂരാസനം, പാദഹസ്താസനം, ഇങ്ങനെ അർദ്ധകടിചക്രാസനം, ഇങ്ങനെ ഒരുപാട് ആസനാസ് ഉണ്ട് അതിൽ.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സുഖാസനങ്ങൾ എന്ന് പറയുന്നത് പത്മാസനത്തിലിരിക്കാൻ 2 കാലും ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെ കൊണ്ടൊന്നും പറ്റത്തില്ല. അത് ഒരുപാട് പ്രാക്ടീസ് ഉള്ളവർക്കേ പറ്റുള്ളൂ. സ്വസ്തികാസനം ഒക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഒരുപാട് പ്രാക്ടീസ് ഇല്ലാത്തവർ ചെയ്യുന്ന ആസനമാണ് സുഖാസനം. ആ സുഖാസനത്തിലിരുന്ന് എങ്ങനെയെങ്കിലും, അതായത് അപിവ എന്നാ പറഞ്ഞിരിക്കുന്നത്, സുഖാസനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആസനത്തിലോ ഇരുന്നിട്ട് പങ്കജാദ്യം, ദൃഢം മുതലായ ഈ ആസനവിശേഷങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ച് അഭ്യാസം കൊണ്ട് ഉറപ്പിച്ചു കൊള്ളാമെന്നാണ് പറഞ്ഞിരിക്കുന്ന ഈ ഭക്തിയെ. അതായത് യമം, നിയമം, ആസനം, ഇതെല്ലാം ഈ 3 യോഗാംഗങ്ങളാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഈ ശ്ലോകത്തിൽ. ഞങ്ങൾ എന്ന ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ യോഗാനുഷ്ഠാനം ചെയ്യാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഭജനം തുടർന്നു പോകാൻ പറ്റുമെന്ന് അദ്ദേഹം ഇതിൽ സൂചിപ്പിച്ചിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. ഈ ഭക്തി കുറച്ചപ്പോൾ 3-ാമത്തെ ദശകം കഴിഞ്ഞ് 4-ാമത്തെ ദശകം തുടങ്ങുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് 3-ാമത്തെ ദശകത്തിൽ രോഗപീഠ കടുത്തിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഈ 4-ാമത്തെ ദശകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്ലോകങ്ങളിലെല്ലാം 4 വരി വെച്ചേ കാണുന്നുള്ളൂ അല്ലേ. അതിന് മുമ്പിലത്തെ ശ്ലോകങ്ങളിലൊക്കെ 8 വരി ഉണ്ടായിരുന്നു. ചെറിയ വരികളാണെങ്കിലും 8 വരികളുണ്ടായിരുന്നു. അതിൽ പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ ശ്ലോകങ്ങളെല്ലാം 15 എണ്ണം ഉണ്ട് എല്ലാം. അതിന് മുമ്പിലത്തെ ദശകത്തിൽ 3-ാമത്തെ ദശകത്തിൽ 10 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതിനു മുമ്പും 10 ഉണ്ടായിരുന്നുള്ളൂ. ഈ ദശകത്തിൽ 15 ശ്ലോകമുണ്ട്. ഇത് കുറച്ച് വലിയ ദശകം എന്ന് പറയാൻ പറ്റില്ല, ദശം 10 അപ്പോൾ ഇതൊരു വലിയ ദശകമാണിത്. ഇനി നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. താരമന്തരനു ചിന്ത്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദധാവഹത്യാസ്മഹേ ഭവദുപാസനോന്മുഖാഃ. താരമന്തരനു ചിന്ത്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദധാവഹൃത്യാസ്മഹേ ഭവദുപാസനോന്മുഖാഃ. വയം അന്തഃ താരം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ മനസ്സിൽ ഓങ്കാരം, അതായത് പ്രണവത്തിനെ ഓർത്ത്, അത് പ്രണവമന്ത്രം ഓർത്ത് സന്തതം നിരന്തരം അനുചിന്ത്യ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചിട്ട്, സന്തതം നിരന്തരം, അതായത് ഇടതടവില്ലാതെ നിരന്തരം ധ്യാനിച്ച് പ്രാണവായും അഭിയമ്യ, ഇവിടെ ശ്വാസവായുവിനെ നിയന്ത്രിക്കുന്ന പ്രാണായാമം എന്ന അഷ്ടാംഗ വിധിയാണ്, അതായത് യോഗ വിധിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ശ്വാസവായുവിനെ നിയന്ത്രിച്ച് അഭിയമ്യ നിർമ്മലാഹ. ആ നിർമ്മലാഹ എന്ന് പറഞ്ഞാൽ ഇവിടെ പവിത്രരായിത്തീരും, നമ്മൾ നിർമ്മലരായിത്തീരും. അവിടെ കാമക്രോധാദി ദോഷമകന്നവരായി ഇന്ദ്രിയാണി വിഷയാത്, അതായത് ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനന്തരം അഥാ ഇന്ദ്രിയാണി വിഷയാത്, അതുപോലെ തന്നെ വിഷയാസക്തികളിൽ നിന്ന് നമ്മൾ നമ്മെ തന്നെ, നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് അപഹൃത്യ എന്ന് പറഞ്ഞാൽ അപഹരിച്ചിട്ട് നമ്മുടെ മനസ്സിനെ മാറ്റി നിർത്തിയിട്ട് ഭവത് ഉപാസനോന്മുഖ, ഭവത് ഉപാസന എന്താണെന്ന് ഞാൻ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു. അതായത് ആ ഉപാസന, അവിടുത്തെ ഉപാസനയിൽ മുഴുകി, ഉപാസിക്കുന്നതിൽ മാത്രം മുഴുകി ഉന്മുഖാഹ ആസ്മഹേ ഇരുന്നു കൊള്ളാം എന്ന് പറയുകയാണ്. പ്രാണായാമം എന്ന ആ അഷ്ടാംഗയോഗത്തിൻ്റെ ഒരു അംഗമാണ് പ്രാണായാമം. അതുവഴി ഞങ്ങൾ അതായത് ഇടമുറിയാതെ നിരന്തരം സതതം ഓങ്കാരത്തെ ഇങ്ങനെ ഉരുവിട്ട് നമ്മുടെ ശ്വാസവായുവിനെ നിയന്ത്രിച്ച് നിർമ്മലരായി പരിശുദ്ധരായി തീർന്ന്, അതായത് ഇന്ദ്രിയങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച്, അതായത് ഇന്ദ്രിയാദി വിഷയങ്ങളിൽ നിന്ന്, ആ വിഷയാസക്തികളിൽ നിന്നും പിന്തിരിഞ്ഞ് അതെല്ലാം നിയന്ത്രിച്ച് അവിടുത്തെ ഉപാസനയിൽ മാത്രം സന്നദ്ധരായി ഇരുന്നു കൊള്ളാമെന്ന് അദ്ദേഹം പറയുകയാണ് ഇവിടെ. ഇനി ഇവിടെ ഓങ്കാരം എന്ന ആ പ്രണവമന്ത്രം ഉരുവിടുന്നതിൻ്റെ മഹത്വത്തെയാണ് ഈ 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ അതിനുള്ള ഏക മാർഗം ഭഗവാനെ ഉപാസിക്കുന്നതാണ് എന്നും പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത 4-ാമത്തെ ശ്ലോകം നോക്കാം. അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുർമുഹു തേന ഭക്തേന
ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദംഘ്രിചിന്തകാഃ അസ്ഫുടേവ പുഷിതേ പ്രയത്നദോ ധാരയേമ ധിഷണം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദംഘ്രിചിന്തകാഃ. ഇവിടെയെല്ലാം നമ്മൾ പറയുന്നത് മൂന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു കാമക്രോധാദി ദോഷമെല്ലാം അകന്ന് മനസ്സിൽ ഓങ്കാരം നിറച്ച് ഇടമുറിയാതെ ധ്യാനിച്ച് ശ്വാസവായുവിനെ സ്വാധീനമാക്കി ഇന്ദ്രിയങ്ങളെ അതുപോലെ വിഷയാസക്തികളിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് അവിടുത്തെ ഉപാസിക്കുന്നതിൽ മാത്രം ഉന്മുഖന്മാരായിട്ടിരുന്നുകൊള്ളാമെന്ന് പറഞ്ഞു. ഇനി നാലാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അവിടുത്തെ അസ്പഷ്ടമായ സ്വരൂപത്തിൽ ആദ്യത്തെ ദശകത്തിൽ തന്നെ പറയുന്നുണ്ട് അസ്പഷ്ടം ദൃഷ്ടമാത്രേ. ആ അസ്പഷ്ടമായ സ്വരൂപത്തിൽ ബുദ്ധിയെ പണിപ്പെട്ട് പ്രയത്നിച്ചുറപ്പിച്ച് നിർത്തി, അതായത് വീണ്ടും വീണ്ടും, അതായത് ഏകാഗ്ര ചിത്തരായിട്ടിരുന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ സ്വരൂപത്തിൽ, ആ അസ്പഷ്ടമായ സ്വരൂപത്തിൽ നമ്മുടെ ബുദ്ധിയെ പണിപ്പെട്ട് വളരെ ശ്രമിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ഉറച്ചു നിർത്തിക്കൊള്ളാം. അതുപോലെ തന്നെ ഭവത്പാദാംബോജം, ഭവത്പാദങ്ങളിൽ ഇവിടെ തേന ഭക്തിരസമന്തരാർദ്രതാം, മുഹുർമുഹു എന്ന് പറഞ്ഞിരിക്കുന്ന വീണ്ടും വീണ്ടും എന്നാണ്. പ്രയത്നതഃ, പ്രയത്നിച്ച് വളരെ വളരെ പണിപ്പെട്ട്. ധിഷണ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ബുദ്ധിയെ വീണ്ടും വീണ്ടും ധാരയേമ ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം. ഭവദംഘ്രി ചിന്തക എന്ന് പറഞ്ഞാൽ അംഘ്രി കാലുകളാണ്. ഭവത് അംഘ്രി എന്ന് പറഞ്ഞാൽ അവിടുത്തെ തൃപ്പാദങ്ങളെ ചിന്തിക്കുന്ന അടിയങ്ങൾ. ധാരണാ പരിശീലനം കൊണ്ട് ഭക്തിയിൽ നിന്നുണ്ടാകുന്ന ആനന്ദത്തെയും ആ ഹൃദയത്തിനുണ്ടാകുന്ന ആർദ്രതാഭാവം ഇതെല്ലാം കൈവരിച്ചുകൊള്ളാം അവിടുത്തെ ചിന്തിച്ച് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ധാരണ എന്ന യോഗാംഗത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. മുഹുർമുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും, അതായത് വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഏകാഗ്രചിത്തരായിട്ട് ധ്യാനിക്കാനിരിക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങളുണ്ടാകും നമ്മുടെ മുമ്പിൽ. അതുകൊണ്ടാണ് വീണ്ടും പ്രതിബന്ധങ്ങളെയൊക്കെ തട്ടിമാറ്റി ഈ അഭ്യാസം തുടർന്നു കൊള്ളാം. അവിടുത്തെ പാദാരവിന്ദങ്ങൾ മാത്രം ധ്യാനിച്ച് അതിൽ മാത്രം ഉന്മുഖരായിട്ടിരുന്നു കൊള്ളാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി 4 ഇനി 5-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. 5-ാമത്തെ ശ്ലോകത്തിൽ വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു ശുചിരശീലനാവശാദ് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു ശുചിരശീലനാവശാദ് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. ത്വദാശ്രയാഃ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആശ്രയം പ്രാപിച്ച ഞങ്ങൾ, ശരണം പ്രാപിച്ച ഞങ്ങൾ. ധ്യാനയോഗനിരതാഃ, ധ്യാനയോഗത്താൽ, അടുത്ത അഷ്ടാംഗ യോഗത്തിലെ അടുത്ത യോഗമാണ് ധ്യാനയോഗം. തൽപരം, ധ്യാനത്തിൽ തൽപരന്മാരായിട്ട്. വിസ്ഫുടാവയവഭേദസുന്ദരം, അവയവങ്ങൾ നല്ലവണ്ണം അസ്പഷ്ടമായ അവിടുത്തെ സ്വരൂപം ഇപ്പം ധ്യാനം കൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ നല്ലതുപോലെ തെളിഞ്ഞു വരാൻ തുടങ്ങിയത്. ത്വദ്വപു, വപു ശരീരമാണ്. ത്വദ്വപു അവിടുത്തെ മിന്നുന്ന മനോഹരമായ അവിടുത്തെ ആ ദിവ്യ വിഗ്രഹം മനസ്സിലിപ്പോൾ നല്ലതുപോലെ തെളിഞ്ഞു വരാൻ തുടങ്ങി. മനോഹരമായ അവിടുത്തെ രൂപം. സുചിര ശീലനാവശ, സുചിരം, ചിരം എന്ന് പറഞ്ഞാൽ അറിയാം, എന്നെന്നും നിൽക്കുന്നതാണ് സുചിരം. നല്ല സുദീർഘമായ ശീലനം എന്ന് പറഞ്ഞാൽ, ശീലനാവശാദ് എന്ന് പറഞ്ഞാൽ ഇവിടെ അഭ്യാസം കൊണ്ട്, നിരന്തരമായ അഭ്യാസം കൊണ്ട് ഞങ്ങൾ ധ്യാനം കൊണ്ട് ധ്യാനയോഗത്തിൽ തൽപരന്മാരായി അവിടുത്തെ ആ വിസ്ഫുടാവയവം, അതായത് അവിടുത്തെ ശരണം പ്രാപിച്ച് ഞങ്ങൾ ധ്യാനയോഗത്തിൽ തൽപരരായിട്ട് ഇപ്പം ഞങ്ങളുടെ മനസ്സിൽ അവിടുത്തെ അവയവങ്ങളെല്ലാം, അതായത് മിന്നി തെളിഞ്ഞു വരുന്ന ആ മനോഹര ദിവ്യരൂപം ഇപ്പം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അത് സുദീർഘമായ ആ ധാരണ എന്ന അഭ്യാസത്താൽ ആണ് വരുന്നത്. അതുതന്നെ അശ്രമം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ശ്രമമൊന്നും കൂടാതെ എന്നാണ്, അതായത് ക്ലേശരഹിതമായിട്ട്. മനസ്സി ചിന്തയാമഹേ,
മനസ്സിൽ ഭാവന ചെയ്തുകൊള്ളാം എന്ന് പറയുകയാണിപ്പോൾ. ആ ധാരണ എന്ന അഭ്യാസം കൊണ്ട് അവിടുത്തെ മനോഹരമായ ദിവ്യരൂപം ഞങ്ങളുടെ മനസ്സിൽ ഭാവന ചെയ്തുകൊള്ളാം എന്ന് അദ്ദേഹം പറയുകയാണ്. കേവലം ഇങ്ങനെ ശ്രവണ വിഷയമായതുകൊണ്ട് ആ അസ്ഫുടമായിരുന്ന ഭഗവത് രൂപം ഇപ്പം വിസ്ഫുടമായി തോന്നുന്നു. അത് ധ്യാനയോഗം കൊണ്ടാണ് എന്ന് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നു. ഇനി ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ലൈനുണ്ട്. ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്ധാരയേ ധിയ. അതായത് ഈ ഭഗവാന്റെ സ്ഥൂല രൂപം ഈ ലോകത്തിൽ ഈ ധാരണ ആദ്യമായി, അതായത് മനോധാരണ ആദ്യമായി പറയുന്നു. പിന്നീട് പ്രസന്നവക്ത്രം നളിനായ ദേക്ഷണം എന്ന് തുടങ്ങി ഭഗവത് വിഗ്രഹമാകുന്ന സ്ഥൂല രൂപത്തിൽ ഇങ്ങനെ ധാരണ പരിശീലിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, ദൃഷ്ടിക്ക് ഗോചരമായിട്ടുള്ളതാണ്. ആ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ആത്മാവാണ്. ഇവിടെ മേൽപ്പത്തൂര് ഇവിടെ രണ്ടാമത്തെ ആ സ്ഥൂല രൂപത്തിലുള്ള ധാരണ മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഇനി ആ ജഗതാത്മകമായ ആ സ്ഥൂല രൂപം എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നീട് വരുന്ന ദശകങ്ങളിൽ വിവരിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് ഇത്രയും പറയാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്ക് കമൻറ്റ് ബോക്സിലൊന്നും എഴുതിയിട്ടില്ലെങ്കിലും എൻ്റെ വായനക്കാർ വായനക്കാരല്ല കേൾവിക്കാർ എന്നെ വിളിച്ച് നേരിട്ട് പറഞ്ഞത് ഈ വീഡിയോയ്ക്ക് നീളം കൂടുതലായതുകൊണ്ട് അത് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേറെ രണ്ടാമത്തെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നേരിട്ട് സംവദിക്കുന്നില്ല. അതായത് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കേൾക്കുന്നത് ഭഗവാന്റെ നാമമാണ്, ഭഗവാന്റെ കഥകളാണ്, ഭഗവാന്റെ സ്തുതികളാണ്. അത് ഭഗവാനിൽ നിന്ന് കേൾക്കുന്നതാണ് എന്ന് വിചാരിച്ച് കണ്ണടച്ചിരുന്ന് ഭഗവാനെ, ആ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ വിചാരിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് മാത്രം കേൾക്കുക. അവിടെ നമ്മൾ ഈ പറഞ്ഞ ഉപാസനയും ധ്യാനവും എല്ലാം അവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത്, അല്ലാതെ എൻ്റെ മുഖത്തല്ല. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ മാത്രം ചെയ്യുക. ഭഗവാന്റെ രൂപം മാത്രം മനസ്സിൽ ധ്യാനിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. ഒരു ദുഃഖവും നിങ്ങളെ അടുത്തുപോലും വരില്ല, നിങ്ങൾക്ക് ഒരു ദുഃഖം ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. എന്തായാലും ഇത് 100% അഷുറൻസ് ഉണ്ട് എനിക്ക് ആ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ അടുത്തൊരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ സ്പീഡ് കുറച്ച് പറയണമെന്നായിരുന്നു. അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞത് ഇത്രയും ഇങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ലെന്നാണ്. എനിക്കതിലൊരു മടിയില്ല. നെഗറ്റീവ്സ് അറിയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് കമൻറ്റ്സ് ഇടാൻ മറക്കണ്ട. എല്ലാവർക്കും നന്ദി. ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ എന്നെ ഇങ്ങനെ പറയാനും നിങ്ങളെ കേൾക്കാനും എന്നെന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു. നമസ്തേ നമസ്തേ ഗദാചക്രപാണേ. നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ. സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. ഹരി ഓം.